ഇന്നത്തെ ഈ സെഷനിൽ എടുക്കാൻ പോകുന്നത് +2 കൊമേഴ്സ് +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയിലെ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററുകളിൽ കൊമേഴ്സുകാരാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിരുന്നത് C++ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിരുന്നു. ഇനി നമ്മൾ തുടർന്നുള്ള ചാപ്റ്ററുകളിൽ C++നെ പറ്റിയല്ല പഠിക്കുക. 4th ചാപ്റ്ററും 5th ചാപ്റ്ററും നമ്മൾ പറയാൻ പോകുന്നത് HTML എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് HTML എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ HTML യൂസ് ചെയ്യണേ, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു തിയറി പോർഷനും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളത് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാംസ് എഴുതുകയും ചെയ്യും. ആ 4th ചാപ്റ്റർ 5th ചാപ്റ്ററിലെയും പ്രോഗ്രാംസ് നമുക്ക് ലാബ് എക്സാമിന് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നല്ലോണം മനസ്സിലാക്കി പഠിച്ചാലേ നമുക്കത് ലാബിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഇത്ര വലിയ C++ പോലത്തെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനൊന്നുമല്ല. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയയിൽ നിങ്ങളതൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ എഴുതി നല്ല നല്ല ഔട്ട്പുട്ടുകൾ കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതെന്താണ് അതിൻ്റെ അതിൽ മെയിനായിട്ടുള്ളൊരു സെഷൻ എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ പിന്നെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വെബ് പേജുകൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇനി മിസ് പറയാൻ പോകുന്നത് ഈ വെബ് ടെക്നോളജിയിൽ നമ്മൾ എന്താണ് എന്നുള്ളൊരു ചെറിയൊരു ബ്രീഫ് ഐഡിയ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ പോയിന്റുകളിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, HTML എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഒരു കുഞ്ഞി പ്രോഗ്രാമും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോകളിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സെഷൻസ് വീതമായിരിക്കും ഇടുക. അപ്പോൾ ഇതിന് ആ HTML കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ല രീതിയിലൊരു പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ, അതൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലാദ്യം പറയേണ്ടത് വെബ് ടെക്നോളജിയിൽ ആദ്യത്തെ കുറേ പോർഷനിൽ നമ്മൾ അതിൻ്റെ തിയറി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സെഷനിൽ നമ്മൾ നോക്കുക HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് ഉണ്ടാക്കുക. അപ്പോൾ സംശയം വരും, എന്താണ് ഈ വെബ് പേജ് എന്ന്. നമ്മൾ ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സൈറ്റ് നമ്മൾ www. എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുക്കും, നമുക്ക് അതിൻ്റേതായ വെബ്സൈറ്റുകളാണ് കിട്ടുക. ഓരോ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വെബ്സൈറ്റാണ് നമ്മൾ കിട്ടുക. നമ്മളൊരു കാര്യം നോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലുലു എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ സൈറ്റിൽ കയറി നോക്കും. അങ്ങനെ നമ്മൾ പറയാം അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് ഏതാണ്, സൈറ്റ് അഡ്രസ്സ് അടിച്ചു കൊടുക്കും. അപ്പോൾ അതിലൊരു പേജല്ല, അതിൽ ഇഷ്ടംമാതിരി പേജുകളുണ്ടാകും. നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട പേജുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വെബ്സൈറ്റിൽ കുറച്ചധികം വെബ് പേജുകൾ ഉണ്ടാവും. ഈ ഓരോ വെബ് പേജുകൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ്. അപ്പോൾ എന്താണ് HTML, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഓർക്കുക, ഇനി എന്തിനാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് ഒരു ഐഡിയയും കൂടി പറയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടറിലാണ് കിടക്കണം. ആ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന സാധനം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ആ പ്രോഗ്രാം, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന പ്രോഗ്രാം നിങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് ആ പ്രോഗ്രാം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കാണിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അത് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്കൂളിലത്തെ റിമോട്ട് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് നമ്മുടെ വീട്ടിലിരുന്നും ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടൻറ്റ് എവിടെ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അത് അവിടെ എവിടെ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം നമ്മുടെ കയ്യിൽ എവിടെ നിന്ന് സെർച്ച് ചെയ്യുമ്പോഴും കിട്ടാതിരിക്കണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയാണ്. അതിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല, അത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചേക്കണതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ശൃംഖലയിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സ്, അതിൽ നമ്മളുള്ള കമ്പ്യൂട്ടേഴ്സ് വെബ് സെർവേഴ്സ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട വെബ്സൈറ്റുകളും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വെബ്സൈറ്റ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻ്റർനെറ്റ് മുഖേന ആക്സസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇനി തുടർന്നുള്ള ചാപ്റ്ററുകളിൽ പഠിക്കും. അപ്പോൾ
എങ്ങനെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഇൻ്റർനെറ്റിലുള്ള കണ്ടൻറ്റ് നമ്മുടെ അടുത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക? ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായ വെബ് സെർവറുകളുടെ ഉള്ളിലായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ ആ കണ്ടൻറ്റുകൾ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലിരിക്കുന്ന ഡേറ്റകൾ നമ്മൾ ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് എന്ന് മാത്രമല്ല, അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു സെർവർ കമ്പ്യൂട്ടർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ കണ്ടൻറ്റുകൾ നമുക്ക് നെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതൊന്നുമല്ല നമ്മളിനി നോക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഇൻ്റർനെറ്റിൽ കൂടി അവൈലബിൾ ആകുന്ന നമ്മുടെ വെബ്സൈറ്റ്, ഇൻ്റർനെറ്റ് ഉള്ള കണക്ഷനിൽ കൂടി നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റുകളും കാര്യങ്ങളും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ പറ്റിയും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറ്റിയാണ് ഈ സെഷനിൽ നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ നമുക്കിതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകൾ നോക്കാം. എന്താണ് വെബ്സൈറ്റ്? വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ് പേജുകളുടെ കളക്ഷനാണ്. അപ്പോൾ എന്താണ് വെബ് പേജ്? അത് നോക്കാം നമുക്ക്. എങ്ങനെയാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യണത്? വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ്. ഒരു വെബ്സൈറ്റ് എടുത്താൽ ആ വെബ്സൈറ്റിൽ കുറേ പേജുകളുണ്ടാവും, അതിനോട് ബന്ധപ്പെട്ട കുറേ പേജുകളുണ്ടാവും. ആ പേജുകളുടെ കളക്ഷൻ, ആ പേജുകളെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയും ഇന്നൊരു വെബ്സൈറ്റ് എന്ന് പറയും. അപ്പോൾ എ വെബ്സൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ വെബ് പേജസ് ആർ ഡിസൈൻ ടു ഗീവ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഓർഗനൈസേഷൻ, പ്രോഡക്റ്റ്, സർവീസ് എക്സെട്ര. ആ വെബ്സൈറ്റ് ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്നത് പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം എന്താ, നമ്മളുടെ ലുലുവിൻ്റെ സൈറ്റ്, ലുലുവിൻ്റെ വെബ്സൈറ്റ് ലുലുവിനെ പറ്റിയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും കിട്ടുന്ന സൈറ്റാണ്. അതിൽ പല പല പേജുകളുണ്ടാകും, അവർ കൊടുക്കുന്ന ഓഫേഴ്സ്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അങ്ങനെ പല പല പേജുകളുണ്ടാകും. അങ്ങനത്തെ പേജുകളുടെ കളക്ഷൻസ്, അങ്ങനെയുള്ള ഓരോ പേജുകളാണ് വെബ് പേജ് എന്ന് പറയുക. ആ വെബ് പേജുകളുടെ എല്ലാത്തിൻ്റെയും കൂടി കളക്ഷനാണ് നമ്മൾ എന്ത് പറയുക, ഇന്നൊരു വെബ്സൈറ്റ് എന്ന് പറയാം. സാധാരണ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് www.inna പേര് ഡോട്ട് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് കറക്റ്റ് ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ആണെങ്കിൽ ആ പേജിലോട്ട് നിങ്ങൾക്ക് പോവും. അതാണ് അതിൻ്റെ വെബ്സൈറ്റ്. ഇപ്പം മിസ് ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ഇതിലുണ്ട്. ഇതുപോലത്തെ ഇഷ്ടംമാതിരി വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ഓർക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നൊരു വെബ്സൈറ്റാണ് www.dhsckerala.gov.in. ഹയർ സെക്കൻഡറിക്കാരുടെ ഡീറ്റെയിൽസും അവരുടെ സർക്കുലേഴ്സും എക്സാം ടൈം ടേബിൾസും റിസൾട്ട് പബ്ലിഷ് ചെയ്തതും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സൈറ്റാണ് www.dhsckerala.gov.in. ഇതിൽ നമുക്ക് കുറേ പേജുകളുണ്ട്. ഓരോ പേജുകൾ എടുത്ത് നോക്കുന്ന ആ ഓരോ പേജുകളെയാണ് വെബ് പേജുകൾ എന്ന് പറയുക. എങ്ങനെയാണ് നമ്മളിനി വെബ് പേജുകൾ ഡിസൈൻ ചെയ്യണേ എന്നുള്ളതാണ് തുടർന്നുള്ള വീഡിയോകളിലും അല്ലെങ്കിൽ തുടർന്നുള്ള ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള സെഷനിലും നമ്മൾ നോക്കുക. അപ്പോൾ മിസ് വെറുതെ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് തരാം, അതിൻ്റെ പേജ് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. dhsckerala.gov.in എന്ന് പറഞ്ഞ പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കണ്ട dhsckerala.gov.in എന്ന് പറഞ്ഞ ഈ പേജ് നിങ്ങൾക്ക് കിട്ടും. ഇത് എഡ്യൂക്കേഷണൽ പോർട്ടൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഡീറ്റെയിൽസും നമുക്ക് സർക്കുലേഴ്സ് ഇറങ്ങിയതും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ്. അപ്പോൾ അടുത്ത സെഷൻ നമ്മൾ നോക്കുക. അടുത്ത കാര്യം അപ്പോൾ നമുക്ക് മനസ്സിലായി വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജുകൾ അത് നമ്മളുണ്ടാക്കുന്ന വെബ്സൈറ്റ് ഒരു ഓർഗനൈസേഷൻ്റെയോ ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഒരു സർവീസിൻ്റെയോ അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പല വെബ്സൈറ്റുകളുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് dhsckerala.gov.in. ഇനി എ വെബ് പേജ് മേ കണ്ടെയ്ൻ, നമ്മളുണ്ടാക്കുന്ന വെബ് പേജ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ആ വെബ് പേജിൽ ടെക്സ്റ്റ് ഡേറ്റകളുണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും, സൗണ്ടുകളുള്ള പേജുകളാവാം, ആനിമേഷൻസ്, മൂവീസ്, ഇങ്ങനെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വെബ് പേജുകൾ, പലതരത്തിലുള്ള വെബ് പേജുകൾ അവൈലബിൾ ആണ്. ഇനി വെബ് പേജസ് ആർ ടു ബി സ്റ്റോർഡ് ഇൻ വെബ് സെർവേഴ്സ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഈ വെബ് പേജുകൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റണേ, അത് ഒരു ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനോട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വെബ് സെർവറുകളുടെ ഉള്ളിലാണ് ഈ പറയുന്ന വെബ്സൈറ്റും അതിനോട് ബന്ധപ്പെട്ട വെബ് പേജുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ. അങ്ങനെ ഇൻ്റർനെറ്റിലുള്ള വെബ് സെർവറുകളുടെ ഉള്ളിൽ ഡേറ്റ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഡേറ്റകൾ എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടറിലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് നെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്?
അത് ഇൻ്റർനെറ്റിനോട് കണക്ട് ചെയ്ത വെബ് സെർവറുകളുടെ ഉള്ളിലല്ല ഡേറ്റകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, റിമോട്ട് കമ്പ്യൂട്ടറിലാണ്. അതുകൊണ്ടാണ് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. എങ്ങനെ എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യണം, എങ്ങനെ അതൊരു വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ 7th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഓർക്കുക. വെബ് പേജുകളുടെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുക. വെബ്സൈറ്റുകൾ നമുക്ക് പല ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഓരോ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക. ഒരു വെബ് പേജിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റുകൾ, ഗ്രാഫിക്സ്, സൗണ്ട്, ആനിമേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വെബ് പേജുകളുണ്ട്. വെബ് പേജുകൾ നമുക്ക് ഇൻ്റർനെറ്റ് മുഖേന ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതൊരു വെബ് സെർവറിൽ സ്റ്റോർ ചെയ്തത് കൊണ്ടാണ്. ആ വെബ് സെർവർ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അതെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണേ. ഇനി വെബ് പേജസ് ആർ ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലാംഗ്വേജ് കോൾഡ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന HTML ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഓൾമോസ്റ്റ് വെബ് പേജുകളെല്ലാം ഡിസൈൻ ചെയ്യണേ. അപ്പോൾ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML. എന്താണ്, വെബ് പേജുകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസൈനിങ് പോർഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് എന്നും HTML പറയും. അപ്പോൾ HTML ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്? HTML. അതെങ്ങനെയാണ് യൂസ് ചെയ്യണേ, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ തുടർന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. HTML tells the browser how to display the contents on the browser window. ഇനി HTMLൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾ HTMLൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻ്റർനെറ്റ് എവിടെ നിന്ന് എടുക്കുക, ഇൻ്റർനെറ്റിൻ്റെ കണ്ടൻറ്റുകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും വെബ് ബ്രൗസർ നമ്മുടെ കമ്പ്യൂട്ടറിലോ നമ്മുടെ മൊബൈൽ ഫോണിലോ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ബ്രൗസർ വേണം. അപ്പോൾ HTML ടെൽസ് ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കുക ഹൗ ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്സ് ഓൺ ദി ബ്രൗസർ വിൻഡോ. ബ്രൗസർ വിൻഡോ എടുക്കുമ്പോൾ, അതായത് ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നൊക്കെ പറയുന്ന ഇതാണ് ബ്രൗസേഴ്സ്. ഈ ബ്രൗസേഴ്സിൽ ഔട്ട്പുട്ട് എങ്ങനെ വരണം, അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് സ്ക്രീൻ നിങ്ങൾ എടുക്കുന്ന സ്ക്രീൻ എങ്ങനെ ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഡിസൈനിങ് HTML ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡിസൈനിങ് ബ്രൗസർ വിൻഡോയിൽ നല്ല ഭംഗിയിൽ കിട്ടുക. അപ്പോൾ HTMLൻ്റെ ഡിസൈനിങ് എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് എന്തിൽ കിട്ടുക, ബ്രൗസർ വിൻഡോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലാകെ ഇത്രയേ ഉള്ളൂ. വെബ്സൈറ്റ് എന്താണ്, വെബ് പേജ് എന്താണ്, വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML. HTMLൻ്റെ ഫുൾ ഫോമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് എന്നും കൂടി HTMLനെ പറയും. HTML ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതെങ്ങനെ ഇരിക്കണം, എത്ര ഭംഗിയിലായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന HTML ഉപയോഗിച്ചുള്ള ഡിസൈനിങ് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായെന്ന് കരുതുന്നത്. HTMLലോട്ട് കിടക്കാം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് HTML ഡോക്യുമെൻറ്റ്സ്. HTML ഈസ് മോസ്റ്റ് widely used language to write web pages. വെബ് പേജസ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജാണ് HTML. വേറെ ലാംഗ്വേജസ് ഉണ്ടാവാം, പക്ഷേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിസൈനിങ് പാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML. ഇനി HTML ഫയൽ ഈസ് എ പ്ലെയിൻ ടെക്സ്റ്റ് ദാറ്റ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് കമാൻഡ്സ് ഫോർ ക്രിയേറ്റിംഗ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ്. ദീസ് കമാൻഡ്സ് ആർ നോൺ ആസ് HTML ടാഗ്സ്. ഇനി എങ്ങനെയാണ് HTML ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുക? അപ്പോൾ HTMLനോട് പറയുമ്പോൾ HTMLൽ നമുക്ക് പല ടാഗുകളാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഓരോ കാര്യം ഡിസൈൻ ചെയ്യാൻ വേണ്ടി HTMLന് അതിൻ്റേതായ ടാഗുകളുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങളൊരു 10-28 ടാഗുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ടത് HTMLനെ പറ്റി പഠിക്കുമ്പോൾ HTML ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ടാഗുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ while using these tags some keywords may be attached to them which make the instruction more specific. Information such as color, measurement, location, alignment or other appearance to the web browser. അപ്പോൾ HTMLനെ പറ്റി പഠിക്കുമ്പോൾ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ HTML ടാഗുകൾ അവൈലബിൾ ആണ്.
ഇനി ഈ ടാഗുകൾ കൊണ്ട് മാത്രം നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു വെബ് പേജ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ ടാഗിനും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുത്താലേ ആ പേജ് കുറേയും കൂടി കളർഫുൾ അല്ലെങ്കിൽ നല്ല ഭംഗിയിലിരിക്കണമെങ്കിൽ നമുക്ക് ടാഗുകൾ കൊണ്ട് മാത്രം നടക്കില്ല. അപ്പോൾ ഓരോ ടാഗിനും അതിൻ്റേതായ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഫീച്ചേഴ്സ് കൊടുക്കാൻ വേണ്ടി ഓരോ ടാഗിനും അതിൻ്റേതായ ആട്രിബ്യൂട്ട്സ് കൂടിയുണ്ട്. അപ്പോൾ ഒരു ടാഗ് മാത്രം പോരാ, അതിനോട് ബന്ധപ്പെട്ട ആട്രിബ്യൂട്ട്സ് കൂടിയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അഡീഷണൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടാഗിനും അതിൻ്റേതായ ആട്രിബ്യൂട്ടും കൂടി സെറ്റ് ചെയ്യും. ദീസ് വേർഡ്സ് ആർ നോൺ ആസ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഈ പോയിന്റിൽ 2 കാര്യങ്ങൾ പഠിച്ച് HTML ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ HTML ടാഗ്സ് യൂസ് ചെയ്യും. ടാഗ്സ് കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആവില്ല. അപ്പോൾ ഓരോ ടാഗിനും നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സ് സച്ച് എസ് കളർ കൊടുക്കാൻ, നല്ല ഭംഗിയിൽ അലൈൻ ചെയ്ത് വരാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, മെഷർമെൻറ്റ്, ലൊക്കേഷൻ, ഇതൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ടാഗുകളുടെ ഫീച്ചേഴ്സും കൂടി പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ടാഗ്, attributes. Ini most of the attributes require value. In HTML the value can be given in single quotes or double quotes. അപ്പോൾ ടാഗ് പഠിച്ച് ടാഗിന് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ ആട്രിബ്യൂട്ട്സ് കൊടുക്കും. ഇനി ആട്രിബ്യൂട്ട്സ് മാത്രമല്ല, ആ ആട്രിബ്യൂട്ടിന് നമ്മളൊരു സ്പെസിഫിക് എന്ത് കൊടുക്കും, വാല്യൂ കൂടി കൊടുക്കും. അപ്പോൾ ഒരു HTML കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ടാഗ്, ആട്രിബ്യൂട്ട്, ആ ആട്രിബ്യൂട്ടിന് ഇപ്പോൾ എന്താ ഒരു ആട്രിബ്യൂട്ട് മിസ്സിന് അങ്ങോട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഒരു വേഗമായിരിക്കും, നിങ്ങളിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ടാഗ്, അതിന് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ആ ആട്രിബ്യൂട്ടിന് ഇന്നൊരു വാല്യൂ കൂടി കൊടുത്താലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ടാഗ്, ആട്രിബ്യൂട്ട്, വാല്യൂ. മോസ്റ്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ് റിക്വയർ വാല്യൂ. ഈ ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ നമ്മൾ അതിനൊരു വാല്യൂ കൂടി കൊടുക്കും. ആ വാല്യൂ കൂടി കൊടുത്താലേ ആ സെഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വാല്യൂ എന്ന് പറഞ്ഞത് കൊടുക്കുന്നത് വിത്തിൻ സിംഗിൾ കോഡ്സ് ഓർ ഡബിൾ കോഡ്സ്. അതിൻ്റെ ലാസ്റ്റ് മിസ് എങ്ങനത് എഴുതണമെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും ഓർക്കുക. HTML പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ HTML ടാഗ് ഉപയോഗിക്കും, അതിന് വേണ്ട ആട്രിബ്യൂട്ട്സ് കൊടുക്കും, അതിനോട് ബന്ധപ്പെട്ട വാല്യൂകൾ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ എഴുതി കൊടുക്കും. എല്ലാത്തിനും വാല്യൂ ഉണ്ടാവണം എന്നില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ്, ഓൾമോസ്റ്റ് മിക്ക ആട്രിബ്യൂട്ട്സിന് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ചില ആട്രിബ്യൂട്ട്സിന് വാല്യൂ വേണ്ട, അപ്പോൾ മിക്കതിനും വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ടാഗ് എന്ന് പറഞ്ഞ ടേം ഓർക്കുക, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ടേം ഓർക്കുക, വാല്യൂ ഉണ്ട്. വാല്യൂ നമ്മൾ എഴുതി കൊടുക്കുന്നത് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ ആണ്. ഇനി എവിടെയാണ് HTML പ്രോഗ്രാം ചെയ്യുക? ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ലൈക്ക് Geany, Gedit, TextPad, Notepad, Notepad++, etc. can be used to create HTML documents. HTML documents നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ്. ഇതിൽ ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ C++ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന എഡിറ്റർ Geany ആണ്. അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് Geany എഡിറ്ററിലായിരിക്കും പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ പോയിന്റ്. അപ്പോൾ മിസ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. HTML ഡിസൈൻ ചെയ്യണമെങ്കിൽ ടാഗ് വേണം, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടി അതിന് ആട്രിബ്യൂട്ട് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കാം. വാല്യൂ കൊടുക്കുന്നത് സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലാണ്. HTML പ്രോഗ്രാം എഴുതുന്നത് ഏതെങ്കിലും എഡിറ്ററിലാവാം. നമ്മൾ C++ ഒക്കെ യൂസ് ചെയ്തിരുന്നത് എഴുതാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് Geany എഡിറ്ററിലായതുകൊണ്ട് HTML നമ്മളിവിടെ യൂസ് ചെയ്യുന്നതും Geany എഡിറ്ററിൽ തന്നെയാണ്. ഇനി എങ്ങനെയാണ് C++ പ്രോഗ്രാമുകൾ സേവ് ചെയ്ത പോലെ HTML പ്രോഗ്രാമുകൾ .cpp ആയിട്ടാണോ സേവ് ചെയ്യുന്നത്? അല്ല. HTML ഫയൽ ഈസ് ടു ബി സേവ്ഡ് വിത്ത് എ നെയിം വിത്ത് ആൻ എക്സ്റ്റൻഷൻ .html ഓർ .htm. HTMLൻ്റെ പ്രോഗ്രാം നമ്മൾ Geanyൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ പേര് .html ഓർ .htm എന്നാണ് സേവ് ചെയ്യുക. എക്സാമ്പിൾ sample.html. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, HTML എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം .html എന്നുള്ള സേവ് ചെയ്യുന്നത് .html
എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതാൻ ശ്രമിക്കുക. .html എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് .html എന്നുള്ളൊരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ sample.html അത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി once the HTML document is prepared, it can be viewed in a browser. അത് ഇമ്പോർട്ടൻ്റ്. എവിടെയാണ് നിങ്ങൾക്ക് HTML പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക? ബ്രൗസർ വിൻഡോ. ഇപ്പോൾ ഗൂഗിൾ ക്രോം, മോസില്ല, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഓപ്ര എന്നൊക്കെ പറയുന്ന ബ്രൗസറിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക. കാരണം ഇൻ്റർനെറ്റിനോട് ബന്ധപ്പെട്ട പേജുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ക്രോം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ പോലത്തെ ബ്രൗസറിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന വെബ് പേജുകളുടെ ഔട്ട്പുട്ടും ബ്രൗസറിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. .html എക്സ്റ്റൻഷൻ അല്ലേ, അപ്പോൾ നിങ്ങൾക്കത് ബ്രൗസറിലാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇനി എങ്ങനെയാണ് HTML ടാഗുകൾ എഴുതാന്നുള്ളതാണ് അടുത്തതിൽ പറയാം. എവരി ടാഗ് കൺസിസ്റ്റ് ഓഫ് എ ടാഗ് നെയിം. ഓരോ ടാഗിനും അതിൻ്റേതായ ടാഗ് നെയിം ഉണ്ടാവും. ആ ടാഗ് നെയിം എവിടെ എഴുതി കൊടുക്കുക? എൻക്ലോസ് ബിറ്റ്വീൻ ദി ആംഗിൾ ബ്രാക്കറ്റ്സ്. സിമ്പിൾ കണ്ട ആ എന്താണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ. ഈ സിമ്പിൾ എഴുതുക, അതിൻ്റെ ഉള്ളിൽ ടാഗ് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താണ് ക്ലോസിങ് ടാഗ് പോലെ ഇങ്ങോട്ടുള്ള ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അത് മിസ് താഴെ എഴുതി കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എവരി ടാഗ് കൺസിസ്റ്റ് ഓഫ് എ ടാഗ് നെയിം എൻക്ലോസ് ബിറ്റ്വീൻ ദ ആംഗിൾ ബ്രാക്കറ്റ്സ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ സിമ്പിൾ എന്ന് പറയുന്ന ആ രണ്ട് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ടാഗുകൾ എഴുതി കൊടുക്കുക. ഇനി HTML ടാഗ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. HTML ടാഗുകൾ നമ്മൾ C++ കേസ് സെൻസിറ്റീവ് ആയിരുന്നു. എങ്ങനെ എഴുതണോ അതുപോലെ സ്മോൾ ലെറ്ററിലാണെങ്കിൽ സ്മോൾ ലെറ്ററിൽ നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ എഴുതിയാലേ കിട്ടുള്ളൂ. പക്ഷേ HTML ടാഗ് കേസ് സെൻസിറ്റീവ് അല്ല. സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററിലോ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ദെയർഫോർ ദ ടാഗ്സ് എന്താണ് കണ്ട ഇതൊക്കെ HTML എന്ന് പറയുന്നത് ഒരു ടാഗാണ്. HTML എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടാഗുകൾ എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഫസ്റ്റ് ടാഗ് നിങ്ങൾ പഠിക്കുന്ന ടാഗാണ് HTML. ഈ HTML എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ എഴുതി കൊടുക്കുന്നത് എവിടെയാണ്? ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ടാഗ് എഴുതുന്നതിന് മുമ്പ് ആംഗിൾ ബ്രാക്കറ്റ് ഇടുക, HTML എഴുതുക, അടുത്ത ആംഗിൾ ബ്രാക്കറ്റ് ഇടുക. ഇതാണൊരു ടാഗ്. അപ്പോൾ ഇങ്ങനെ HTML ടാഗ് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, സ്മോൾ ലെറ്ററിൽ HTML എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ H എഴുതി, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ എഴുതി അത് ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വീണ്ടും ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് ക്യാപിറ്റൽ ലെറ്റർ H ഇട്ട് TM സ്മോൾ ലെറ്ററിലിട്ട് L വീണ്ടും ക്യാപ്സ് എഴുതി, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇതൊരു ഒരു കുഞ്ഞ് പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ്. HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഒരു HTMLൻ്റെ ഏറ്റവും സിമ്പിൾ പ്രോഗ്രാമിൽ എന്തൊക്കെ ടാഗുകൾ ഉണ്ടാവണം. ഈ പ്രോഗ്രാമിൽ നമ്മൾ ആട്രിബ്യൂട്ട്സിലോട്ട് കടന്നിട്ടില്ല. ഒരു കുഞ്ഞി HTML പ്രോഗ്രാം. ഈ പ്രോഗ്രാം എഴുതിയാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരും. അങ്ങനെ വേണമെങ്കിൽ ഈ HTMLൻ്റെ ബേസിക് സ്ട്രക്ചറിൽ എന്തൊക്കെ ടാഗുകളാണ് വരുന്നത്. അപ്പോൾ മിസ് ഇത് ഒന്ന് കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇതിൽ നമ്മൾ ഏതിലാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞാൽ ജീനി എഡിറ്ററിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലുള്ള ജീനി എന്ന് പറഞ്ഞതിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജീനിയിൽ ഇത് ഓപ്പൺ. ഞാൻ ഓൾറെഡി പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സേവ് ചെയ്യണത് എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നിങ്ങളുടെ HTMLൻ്റെ പ്രോഗ്രാം. ജീനി എഡിറ്റർ എടുത്തിട്ട് ഫയലിൽ ന്യൂ എടുത്തിട്ട് നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് ഇതാണ്. ഏതൊരു HTML പ്രോഗ്രാമും HTML എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ടാഗ് എങ്ങനെ എഴുതണമെന്നുള്ളത് തൊട്ടുമ്പോൾ നോക്കിയപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് HTML എഴുതി കൊടുത്ത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്. ഇതാണ് HTML എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കണം, ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള ടാഗുകളെല്ലാം എഴുതി കൊടുക്കുക. അപ്പോൾ ഏതൊരു ടാഗിനും HTML ടാഗിൻ്റെ പ്രത്യേകത, HTML ടാഗ് എഴുതുക ഏറ്റവും അവസാനിപ്പിക്കേണ്ടത് /HTML വെച്ചിട്ടായിരിക്കും. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും അതെന്താണെന്നുള്ളത് നമ്മൾ പറയാം. ഒരു ടാഗ്, ചില ടാഗുകൾക്ക് ഓപ്പൺ ടാഗും ഉണ്ടാവും, ആവശ്യം കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യണം, ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. അപ്പോൾ ഒരു HTML പ്രോഗ്രാം എഴുതുന്നത് HTML എന്ന് പറഞ്ഞ ടാഗ് തുടങ്ങിയിട്ടായിരിക്കണം, എല്ലാം കഴിഞ്ഞ് അത് അവസാനിപ്പിക്കേണ്ടത് /HTML വെച്ചിട്ടായിരിക്കണം അത് അവസാനിപ്പിക്കേണ്ടത്. അപ്പം HTML തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ടാഗുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാം കഴിയുമ്പോൾ /HTML വെച്ചിട്ട് അത് എൻഡ് ചെയ്യണം. അപ്പോൾ HTML തുടങ്ങി. ഇനി നമ്മുടെ HTML പ്രോഗ്രാംസിന് 2 സെഷൻ ഉണ്ട്. ഒന്ന് ഹെഡിൻ്റെ സെഷനും അടുത്തത് ബോഡി സെഷൻ. അപ്പോൾ ഹെഡിൻ്റെ സെഷനിൽ
HTML കഴിഞ്ഞിട്ട് ആദ്യം ഹെഡ് വരും, അത് കഴിഞ്ഞിട്ടാണ് ബോഡി പാർട്ട് വരിക. അപ്പോൾ ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഹെഡ് സെഷൻ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഹെഡിങ്ങുകൾ കൊടുക്കണമെങ്കിൽ ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ ഹെഡിങ്ങുകൾ കൊടുക്കാൻ. കൂട്ടത്തിൽ നിങ്ങളുടെ റൺ ചെയ്ത് വരുന്ന ബ്രൗസർ വിൻഡോയിൽ മുകളിൽ ടൈറ്റിൽ ബാറിൽ ടൈറ്റിൽ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് ഹെഡ് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ HTMLൻ്റെ ബേസിക് പ്രോഗ്രാമിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് ഹെഡിൻ്റെ പാർട്ടും പിന്നെ ഒന്ന് ബോഡി പാർട്ടും. ഹെഡ് പാർട്ടിൻ്റെ ഉള്ളിൽ ഹെഡിങ്ങുകളും, ഇനി ടൈറ്റിലുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നത് എഴുതി കൊടുക്കേണ്ടത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ HTML എഴുതി ഹെഡ് ടാഗ് എഴുതി കൊടുത്ത്. ഹെഡ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്, ഹെഡിങ് കൊടുക്കാനുള്ള ടാഗാണ് ഹെഡ് ടാഗ്. എന്നിട്ട് ഹെഡിങ്, എൻ്റെ പ്രോഗ്രാമിൻ്റെ ഹെഡിങ് ആയിട്ട് വരേണ്ടത് കമ്പ്യൂട്ടർ എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് എഴുതി കൊടുത്ത്. ഇനി ടൈറ്റിൽ, എൻ്റെ റൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ബാറിൽ ഒരു ടൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഹെഡ് കഴിഞ്ഞ് കണ്ടൻറ്റ് എഴുതി കൊടുക്കുക. ടൈറ്റിൽ എന്ന് പറഞ്ഞത് വീണ്ടും ഒരു ടാഗാണ്, ടൈറ്റിൽ ടാഗ് എഴുതി കൊടുക്കുക. ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ എഴുതി കൊടുക്കുക. ടൈറ്റിൽ എഴുതി കഴിയുമ്പോൾ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക. അതൊന്നും മിസ് പറയാം. ഒരു ടാഗ് എഴുതുക, അതാണ് അടുത്തൊരു പോയിന്റ്. ഒരു ടാഗ് എഴുതുക. ഇപ്പോൾ HTML ടാഗ് ഓപ്പൺ ചെയ്ത് ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഓരോ ടാഗിൻ്റെ ഉള്ളിൽ ഓരോ ടാഗ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ടാഗ് ഓപ്പൺ ചെയ്യാനുള്ള ടാഗ് ഉണ്ടെങ്കിൽ ഓപ്പൺ ടാഗ് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് ടാഗ്. ഇങ്ങനെ എഴുതുന്നതാണ് ഓപ്പണിംഗ് ടാഗ്. ആവശ്യം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യണതാണ് ഇങ്ങനെ /HTML എന്ന് പറയുമ്പോഴാണ് / / ടാഗ് നെയിമിനെയാണ് അതിനെ ക്ലോസിങ് ടാഗ് എന്ന് പറയുക. അപ്പോൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത്, ഇപ്പം ഹെഡ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഹെഡിങ് എഴുതി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഹെഡ് ടാഗ് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ, ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കാൻ. അതുകൊണ്ടാണ് ഹെഡ് കഴിഞ്ഞ് ഹെഡിങ് എഴുതി കൊടുത്ത്. ടൈറ്റിലിൻ്റെ ഉള്ളിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ടൈറ്റിൽ ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കണ്ടൻറ്റ് എഴുതി കൊടുക്കും. ദിസ് ഈസ് ദി ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ്. അപ്പോൾ അത് എഴുതി കൊടുത്ത് കഴിയുമ്പോൾ ടൈറ്റിൽ കഴിഞ്ഞ് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാഗ് അങ്ങോട്ട് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ടൈറ്റിൽ ഓപ്പൺ ചെയ്ത് ടൈറ്റിൽ എഴുതി കൊടുത്ത് ടൈറ്റിൽ അവിടെ ക്ലോസ് ചെയ്ത്. ഇനി ടൈറ്റിൽ ആവശ്യം കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ തീർന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഹെഡിൽ നമുക്ക് വേറെ ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഹെഡ് ടാഗ് അവിടെ ക്ലോസ് ചെയ്ത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ടാഗ് അവിടെ തന്നെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ആവശ്യം കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴാണോ ആവശ്യം കഴിയണത് അപ്പം കൂടി ക്ലോസ് ചെയ്യുക. അല്ലാണ്ട് എല്ലാം കൂടി അവസാനം കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാൻ നിൽക്കരുത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തോളണം. ഇനി ടൈറ്റിൽ ടാഗ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ ഹെഡ് എഴുതുക, ഹെഡ് ടാഗിൻ്റെ ഹെഡിങ് എഴുതി കൊടുക്കുക. ടൈറ്റിൽ ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ടൈറ്റിൽ എഴുതണം എന്ന്, ടൈറ്റിൽ വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ ടൈറ്റിൽ എഴുതുക, ടൈറ്റിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈറ്റിലിൻ്റെ കണ്ടൻറ്റ് എഴുതി കൊടുത്താൽ ടൈറ്റിൽ ടാഗ് അപ്പം തന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പണിംഗ് ടാഗ്, ഇത് ക്ലോസിംഗ് ടാഗ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം നമുക്ക് എഴുതേണ്ട കണ്ടൻറ്റ് കഴിഞ്ഞാൽ ടൈറ്റിൽ ടാഗ് അവിടെ ക്ലോസ് ചെയ്യുക, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുക. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി, നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളും, എന്തിനെ പറ്റിയാണോ നിങ്ങൾ ഈ പ്രോഗ്രാം എഴുതുന്നത് ആ പ്രോഗ്രാമിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും നമ്മൾ ബോഡി ടാഗ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബോഡിയിൽ വേണ്ട കണ്ടൻറ്റുകൾ, ഇപ്പോൾ ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്നുള്ള കണ്ടൻറ്റ് ഇവിടെ എഴുതി കൊടുക്കും. പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ അതിൽ എഴുതി കൊടുക്കാം. എന്തൊക്കെ എഴുതി കഴിഞ്ഞോ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബോഡി ടാഗ് അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ HTML എഴുതി, ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ഉണ്ടെങ്കിൽ ടൈറ്റിൽ എഴുതി കൊടുത്ത് ടൈറ്റിൽ ക്ലോസ് ചെയ്ത് ഹെഡ് ക്ലോസ് ചെയ്ത് ബോഡി ഓപ്പൺ ചെയ്ത് ബോഡിയിലുള്ള കണ്ടൻറ്റുകൾ എഴുതി കൊടുത്ത് ബോഡി ടാഗ് ക്ലോസ് ചെയ്ത്, അത്രയേ ഉള്ളൂ പ്രോഗ്രാമിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ HTML ടാഗും ക്ലോസ് ചെയ്തു. ഇത്രയുമാണ് ഒരു ബേസിക് ആയിട്ടുള്ള HTMLൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒന്നുകൂടി മിസ് പറയാം, HTML ടാഗ് വെച്ചിട്ട് വേണം പ്രോഗ്രാം തുടങ്ങാൻ. HTML വെച്ച് ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഹെഡ് എഴുതാണ്ടെങ്കിൽ ഹെഡ് ടാഗ് കൊടുത്ത്, ഹെഡ് ടാഗ് കഴിയുമ്പോൾ ഹെഡിങ് എഴുതി കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്ത് ടൈറ്റിലിൻ്റെ കണ്ടൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തിട്ട് വേണം ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാൻ. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റുകൾ എഴുതി കൊടുക്കുക. കണ്ടൻറ്റ് എഴുതി കഴിയുമ്പോൾ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാം എങ്ങനെ സേവ് ചെയ്യണമെന്ന് പറയാം. ഫയലിൽ സേവ് എടുക്കുക. ഞാനിവിടെ ഓൾറെഡി പ്രോഗ്രാം
ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, HTML ബേസിക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എന്ത് പ്രോഗ്രാമിന് സേവ് എടുക്കുക, എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കുക HTML, പ്രോഗ്രാമിൻ്റെ പേര് HTML ബേസിക്. ശ്രദ്ധിക്കേണ്ട കാര്യം .html ഇങ്ങനെ വേണം പ്രോഗ്രാം സേവ് ചെയ്യാൻ. സേവ് കൊടുത്ത് സേവ്. അപ്പോൾ ഈ പ്രോഗ്രാം സേവായി. ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം സേവ് ആയി കഴിയുമ്പോൾ കളറും കാര്യങ്ങളൊക്കെ വന്നേക്കണുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ HTML എന്ന് എഴുതിയിട്ട് ഈ സാധനം ഇവിടെ എഴുതിയില്ലെങ്കിൽ അത് മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ ക്ലോസിങ് ടാഗ് കറക്റ്റായിട്ട് അതിൻ്റെ സിൻടാക്സ് അതുപോലെ തന്നെ എഴുതിക്കൊള്ളുക. അതൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ തുടർന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യണമെന്ന്. C++ പോലെ കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് അല്ല, ബിൽഡ് എടുക്കുക, ഡയറക്റ്റ് എക്സിക്യൂഷൻ. കമ്പൈലും ബിൽഡ് ഒന്നുമില്ല ഇവിടെ, ഡയറക്റ്റ് എക്സിക്യൂഷൻ. അപ്പം അങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഔട്ട്പുട്ട് എവിടെ വരും? HTML. നമ്മൾ റൺ ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ റൺ ചെയ്യണത് നമ്മുടെ ബ്രൗസർ വിൻഡോയിലാണ് അതിൻ്റെ എക്സിക്യൂഷൻ വരിക. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ എക്സിക്യൂഷൻ വരും. അപ്പോൾ ഞാനിത് ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സേവസ് കൊടുക്കാൻ പോവാം. എന്തോ സേവ് ചെയ്തതിൽ എന്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാൻ പോവാം. ഒന്നും കൂടി സേവ് ചെയ്തിട്ട് എന്നിട്ട് ഞാനിതൊന്നും കൂടി ബിൽട്ടിൽ എക്സിക്യൂട്ട്. അല്ലേ, ഇപ്പോൾ കണ്ട റൺ ചെയ്തപ്പോൾ ഔട്ട്പുട്ട് വന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ട, ദിസ് ഈസ് ദി ടൈറ്റിൽ ഓഫ് വെബ് പേജ്. അപ്പോൾ എന്താ സംഭവിക്കുക? ദിസ് ഈസ് ദി ടൈറ്റിൽ ഓഫ് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ടൈറ്റിലായിട്ട് ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്ത് അതിവിടെ നിങ്ങൾ എഴുതിയ പ്രോഗ്രാം. ഇത് കണ്ടാൽ ഇത് ബ്രൗസർ വിൻഡോ ആണ്. അപ്പോൾ ഈ ബ്രൗസറിൽ ഇവിടെ ടൈറ്റിൽ വന്നു. ഇനി നിങ്ങൾ ഹെഡിങ് എഴുതി കൊടുത്ത കമ്പ്യൂട്ടറിൽ നിന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഹെഡിങ് പോലെ വന്ന് ബോഡി പാർട്ടിൽ എഴുതിയ ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ് എന്നുള്ളത് ബോഡി പാർട്ടായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതൊരു ഒരു ഭംഗിയില്ലല്ലോ കാണാനെന്ന്. അത് വേണമെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് നടുക്ക് കൊടുക്കാം, ബോഡി പാർട്ട് താഴെ കൊടുക്കാം. അതിനുള്ള ടാഗുകളും അതിൻ്റെ സെറ്റിങ്സും ഒന്നും നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ടാഗുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്താ സംഭവിച്ചത്, ഈ പേജ് ഒരു വൃത്തിയില്ലാണ്ട് വന്നത്. അതെങ്ങനെയാണ് ഭംഗിയിലാക്കുക? അതിന് ടാഗുകൾ മാത്രം പോലെ ആട്രിബ്യൂട്ട്സും വാല്യൂസും ഒക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അത് നമ്മളിനി വഴിയെ എങ്ങനെയെന്നുള്ളത് പഠിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. മിസ് അപ്പോൾ ഒന്നുകൂടി പറയാം. ഈ പ്രോഗ്രാം ഓൾറെഡി പ്രോഗ്രാം കണ്ട HTML basic.html ഇങ്ങനെയാണത് സേവ് ചെയ്തിരിക്കണേ. അപ്പോൾ .html സ്മോൾ ലെറ്ററിൽ തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കുക. പ്രോഗ്രാം സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ കളർ ഇങ്ങനെ ഒരു വേറൊരു കളറിലായിട്ട് ടാഗുകളൊക്കെ മിക്കതും ബ്ലൂ കളറിൽ വരും. തെറ്റെങ്ങാനും ആണ് നിങ്ങൾ ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലതിലത് റെഡ് കളറായിട്ട് കാണിച്ചു തരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയോ മിസ്റ്റേക്ക് നിങ്ങൾ ടാഗുകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഒരു HTMLൻ്റെ ബേസിക് ടാഗുകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഒരു HTML പേജ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വൈവ നിങ്ങൾ +2 പരീക്ഷയുടെ പ്രാക്ടിക്കൽ എക്സാം കഴിയുമ്പോൾ മിസ്മാർ വൈവയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് എംപ്റ്റി ടാഗ്. തിയറി പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് മിസ് പറയുക, നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. കണ്ടെയ്നർ ടാഗ്സ് ആൻഡ് എംപ്റ്റി ടാഗ്സ് ഒന്നുമില്ല. ഇത് എൻ്റെ ഡെഫിനിഷൻ പറയാം. Tags that require opening tag as well as closing tag are known as container tag. ടാഗുകളിൽ തന്നെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞപ്പോൾ HTML ഓൾമോസ്റ്റ് മിക്ക ടാഗുകളും കണ്ടെയ്നർ ടാഗാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയ HTML എഴുതി കഴിഞ്ഞാൽ ഇതാണ് ഓപ്പണിംഗ് ടാഗ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന / ടാഗിൻ്റെ പേര്, അതിനെയാണ് അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുക. ടാഗുകൾ പഠിക്കുന്നതിൽ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയാം. ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ HTML ഇല്ലാണ്ട് എഴുതുന്ന ഇതിനെയാണ് ഓപ്പണിംഗ് ടാഗ് എന്ന് പറയുക. / HTML ഇതിനാണ് അതിൻ്റെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുക. അപ്പോൾ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട പ്രോഗ്രാമിൽ HTML ഹെഡ്, ബോഡി, ടൈറ്റിൽ ഇതെല്ലാം കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിളാണ്. കാരണം അതിനൊക്കെ ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യണം. അങ്ങനെയുള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. ഇനി അപ്പോൾ എന്താണ് എംപ്റ്റി ടാഗ്? ടാഗ്സ് ഡു നോട്ട് റിക്വയർ ക്ലോസിംഗ് ടാഗ്. സച്ച് ടാഗ്സ് ആർ നോൺ ആസ് എംപ്റ്റി ടാഗ്. ടാഗുകളിൽ തന്നെ ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗുകളാണ് എംപ്റ്റി ടാഗ് എന്ന് പറയാം.
അതിനാകെ എന്ത് മാത്രമേ ഉള്ളൂ, ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ അതിന് 3 എക്സാമ്പിളാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ഒന്ന് BR ടാഗ്, എന്തിനാണെന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം. BR ടാഗ്, BR എന്ന് മാത്രമേ ഉള്ളൂ, ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. /BR എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതില്ല, അതിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. HR ടാഗ്, അതിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. /HR എന്ന് പറഞ്ഞത് എഴുതാനില്ല. അപ്പോൾ BR ടാഗ്, HR ടാഗ്, ഇമേജിന് വേണ്ടി IMG /IMG എന്ന് എഴുതില്ല. ഇതിനൊക്കെ എന്ത് മാത്രമേ ഉള്ളൂ, ഓപ്പണിംഗ് ടാഗുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓപ്പണിംഗ് ടാഗുകൾ മാത്രമുള്ള ടാഗുകളാണ് എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. 2 തരം ടാഗുകളുണ്ട്, ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗുള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ് എന്നും ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ടാഗുകളെ എംപ്റ്റി ടാഗ് എന്നും പറയുന്നു. എംപ്റ്റി ടാഗിന് എക്സാമ്പിൾ BR, HR, IMG. കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിൾ HTML പറയാം, ഹെഡ് പറയാം, ടൈറ്റിൽ പറയാം, ബോഡി പറയാം. ഇനി അങ്ങോട്ട് കുറേ ടാഗുകൾ പഠിക്കേണ്ടത്. ഇതെല്ലാം മിക്കതും എന്ത് എക്സാമ്പിളാണ്, കണ്ടെയ്നർ ടാഗിന് എക്സാമ്പിളാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി മിസ് ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇതെങ്ങനെയാണ് എഴുതുന്നത്, എങ്ങനെയാണ് ഒരു HTML പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെയാണ് ടാഗ് എഴുതുക, എവിടെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് എഴുതുക, എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എഴുതുക. ഈ ഒരു പോർഷൻ മര്യാദയ്ക്ക് മനസ്സിലാക്കിയാൽ ഇനി നിങ്ങൾ അങ്ങോട്ട് പഠിക്കുന്ന ഈ 4th ചാപ്റ്ററിൽ പഠിക്കുന്ന 10-28 ടാഗുകളും 5th ചാപ്റ്ററിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പഠിക്കുന്ന ബാക്കി ടാഗുകളുടെ പേരും ആട്രിബ്യൂട്ടും വാല്യൂവും പഠിച്ചു വെച്ചാൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ലാബ് എക്സാമിനും മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ടും വാല്യൂസ് എഴുതുക. അപ്പോൾ അത് എഴുതുന്ന സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു HTMLൻ്റെ ടാഗ്, എവിടെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്, എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ എഴുതുക. അപ്പോൾ നോക്കിയേ, ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് ആംഗിൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ടാഗ് ഏതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ അവിടെ നിങ്ങൾ ടാഗ് അവിടെ എഴുതി കൊടുക്കും. ഓപ്പണിംഗ് ടാഗിൻ്റെ പേര് എഴുതി കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് ഈ ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് അതിൻ്റേതായ ആട്രിബ്യൂട്ട് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആട്രിബ്യൂട്ടിൻ്റെ പേര് എഴുതി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു, അതിന് വാല്യൂ ഉണ്ടെങ്കിൽ ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ അതിൻ്റെ വാല്യൂ കൊടുക്കും. അപ്പോൾ ഒരു ടാഗ് എഴുതി കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്താണോ അത് എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂവും കൊടുത്ത്. അപ്പോൾ ഒരു ടാഗിന് നമുക്ക് എത്ര ആട്രിബ്യൂട്ടുകൾ വേണമെങ്കിലും, അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ എല്ലാ ആട്രിബ്യൂട്ട്സും വേണമെങ്കിൽ ആ ടാഗിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ടാഗിൻ്റെ കൂടെ ഇനിയൊരു ആട്രിബ്യൂട്ടും കൂടി കൊടുക്കാനുണ്ടെങ്കിൽ സ്പേസ് ഇട്ടിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത ആട്രിബ്യൂട്ട്, കോമയൊന്നും ഒരിക്കലും എഴുതരുത്. ഓപ്പണിംഗ് ടാഗ് എഴുതുക, ടാഗിൻ്റെ കഴിഞ്ഞിട്ട് ആട്രിബ്യൂട്ട് എഴുതുക വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ. തൊട്ടടുത്ത് ഇനി വീണ്ടും ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസ് ഇടുക, അടുത്ത ആട്രിബ്യൂട്ട് എഴുതി കൊടുക്കുക വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ വാല്യൂ ഇവിടെ മിസ് ഒരെണ്ണം സിംഗിൾ കോട്ട്സിലോ ഒരെണ്ണം ഡബിൾ കോട്ട്സിലോ എഴുതി. വാല്യൂ കൊടുക്കണമെങ്കിൽ സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സോ യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് മിസ് അങ്ങനെ എഴുതിയത്. അപ്പോൾ ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു അടുത്ത ആട്രിബ്യൂട്ടിൻ്റെ പേര് വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ. അങ്ങനെ എത്ര ആട്രിബ്യൂട്ടുകളുണ്ടോ അതൊക്കെ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഈ ആംഗിൾ ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആട്രിബ്യൂട്ട്സും അതിൻ്റെ വാല്യൂസും സെറ്റ് ചെയ്യുക. ഓപ്പണിംഗ് ടാഗിൻ്റെ കേളി ബ്രാക്കറ്റോ മറ്റേ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഓപ്പണിംഗ് ടാഗിൻ്റെ പേര് എഴുതി കൊടുക്കുക, സ്പേസ് ഇടുക, ആട്രിബ്യൂട്ട് എഴുതി കൊടുക്കുക വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ, സിംഗിൾ കോട്ട്സോ ഡബിൾ കോട്ട്സിലോ കൊടുക്കുക. തൊട്ടടുത്ത് ഇനി ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസ് ഇടുക, അടുത്ത ആട്രിബ്യൂട്ടിൻ്റെ പേര് എഴുതി കൊടുക്കുക വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കുക. അങ്ങനെ എത്ര ആട്രിബ്യൂട്ടുകൾ കൊടുക്കാനുണ്ടോ അതൊക്കെ ഇത്തിരി സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടി മിസ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പഠിച്ചൊരു ടാഗാണ് HTML ടാഗ്. തൊട്ടുമുമ്പ് നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ ടാഗ് മാത്രമേ കൊടുത്തുള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഓരോ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടും അതിൻ്റെ വാല്യൂസ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ മിസ് പറയണില്ല. ഈ പോർഷനിൽ ഇതും കൂടി കഴിഞ്ഞാൽ നിർത്തുക. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതണേന്ന് പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുക, HTML എന്ന് പറഞ്ഞ ടാഗ്, ഇതാണ് ഓപ്പണിംഗ് ടാഗ്. ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് HTML എന്ന് പറഞ്ഞ ടാഗ് എഴുതി കൊടുത്ത് ഓപ്പൺ ടാഗ് അവിടെ HTML കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് HTMLൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് DIR, ഡയറക്ഷൻ എന്നുള്ളൊരു മീനിങ്. HTML നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് DIR. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ടാഗ് എഴുതുക, കുറച്ച് സ്പേസ് ഇടുക, DIR എന്ന് പറയുന്നതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്.
ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, ഡബിൾ കോഡ്സിൽ വാല്യൂ LTR ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്, ഇതാണ് അതിൻ്റെ വാല്യൂ. അപ്പം മിസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ടാഗ് HTML ആണ് ഓപ്പണിംഗ് ടാഗ്. ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് DIR. ഈക്വൽ ടു വാല്യൂ സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സിലോ കൊടുക്കാം. അപ്പോൾ ഈക്വൽ ടു വാല്യൂ. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണ് LTR. HTML ഞാൻ എഴുതാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ എഴുതുന്ന ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മലയാളമൊക്കെ എഴുതുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, ഹിന്ദിയൊക്കെ അതെ. പക്ഷേ അറബിയൊക്കെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. അപ്പം നിങ്ങൾ ഈ HTML ഉള്ളിൽ എഴുതാൻ പോകുന്ന ലാംഗ്വേജ് ഇടത്തുനിന്ന് വലത്തോട്ടാണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആട്രിബ്യൂട്ട് DIR. അപ്പോൾ അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നമ്മൾ എഴുതുന്ന സ്ഥലം മാത്രം നോക്കിയാൽ മതി. ഓപ്പണിംഗ് ടാഗ് കഴിഞ്ഞ് സ്പേസ് ഇട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ LTR, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. അപ്പോൾ DIR എന്ന് പറഞ്ഞാൽ HTML ഒരു ആട്രിബ്യൂട്ടാണ്. HTML രണ്ടാമത്തെ ആട്രിബ്യൂട്ടാണ് LANG, ലാംഗ്വേജ്. നിങ്ങൾ നിങ്ങളുടെ HTML ഉള്ളിൽ എഴുതാൻ പോകുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണോ മലയാളമാണോ ഹിന്ദിയാണോ അതെന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് HI. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് എഴുതി അതിൻ്റെ വാല്യൂ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ആട്രിബ്യൂട്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് സ്പേസ് ഇടുക. സ്പേസ് ഇട്ടിട്ട് രണ്ടാമത്തെ ആട്രിബ്യൂട്ടിൻ്റെ പേരാണ് LANG ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ. HI എന്ന് പറഞ്ഞാൽ ഹിന്ദി എന്നുള്ള റെപ്രസെൻറ്റ് ചെയ്യാനാണ് HI എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഓപ്പണിംഗ് ടാഗ് ആട്രിബ്യൂട്ടിൻ്റെ പേര് വിച്ച് ഈസ് ഈക്വൽ ടു വാല്യൂ, സ്പേസ് ഇടുക, അടുത്ത ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ. ആവശ്യം കഴിയുമ്പോൾ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണോ വേണ്ടത് ആ കണ്ടൻറ്റുകളെല്ലാം എഴുതി കൊടുക്കുക. എല്ലാം കഴിയുമ്പോൾ /HTML വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാം നമ്മൾ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. ആട്രിബ്യൂട്ട്സും വാല്യൂ ഒക്കെ സെറ്റ് ചെയ്യണത് ഓപ്പണിംഗ് ടാഗിൻ്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് നിങ്ങളിത് ഈ ആംഗിൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ടാഗുകൾ ചെയ്ത ആട്രിബ്യൂട്ടുകൾ ചെയ്ത വാല്യൂ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ഏത് ടാഗാണോ അതിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ തുടർ വീഡിയോകളിൽ ഓരോ ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടും അതിൻ്റെ വാല്യൂം അതിനോട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ എങ്ങനെയെന്നുള്ളതും പറഞ്ഞു തരും. അപ്പോൾ മിസ് അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.